NCP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനുമായ റസാഖ് മൗലവിയാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. നിങ്ങളുടെ പാർട്ടിയുടെ തന്നെ ഈ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് ഇനി മന്ത്രി AK ശശീന്ദ്രൻ മത്സരിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പ്രോസസ്സ് ഉണ്ട്. സാധാരണഗതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടി സീറ്റ് വിഭജനമൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം അതത് കക്ഷികൾ ചർച്ച ചെയ്യും. സ്വാഭാവികമായും ഏതൊക്കെ ജില്ലയിലാണെങ്കിൽ ആ ജില്ലാ കമ്മിറ്റിയുമായി ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ആണ് ആ ചർച്ചകളൊക്കെ ആരംഭിക്കുക. അങ്ങനെ മന്ത്രി AK ശശീന്ദ്രൻ അദ്ദേഹം ദീർഘകാലം MLA ആയി മന്ത്രിയായി, സ്വാഭാവികമായിട്ട് അദ്ദേഹം മാറി നിൽക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇതിനെ പാർട്ടി എങ്ങനെയാണ് കാണുന്നത്? ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. നിങ്ങൾ പറയുമ്പോഴാണ് അത് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. ഞാൻ സാദിനോട് സൂചിപ്പിച്ചല്ലോ, ഇതിനൊരു സിസ്റ്റം ഉണ്ട്. വാളെടുത്ത ആളുകളൊക്കെ വെളിച്ചപ്പാടാകുന്ന ഏർപ്പാട് ഞങ്ങളുടെ പാർട്ടിയിലില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് വിഭജനം പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അത് കോഴിക്കോട് ജില്ലയിലാണെങ്കിലും പിന്നെ മറ്റേത് ജില്ലയിലാണെങ്കിലും എവിടെയാണ് സീറ്റ്, ആ സീറ്റ് ലഭിക്കുന്ന ജില്ലയിലെ പാർട്ടി പ്രവർത്തകരുമായും ജില്ലാ കമ്മിറ്റിയുമായും ഡിസ്കസ് ചെയ്യും. ആ ഡിസ്കസ് ചെയ്ത ആ കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. സംസ്ഥാന നേതൃത്വം അതിലൊരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ആ പേര് ദേശീയ നേതൃത്വത്തിന് കൈമാറും. ദേശീയ നേതൃത്വമാണ് അന്തിമമായി സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്യുന്നു, തീരുമാനിക്കുന്നു. സ്വയം സ്ഥാനാർത്ഥിയാകുന്ന ഏർപ്പാടൊന്നും ഞങ്ങളുടെ പാർട്ടിയിലും ഞങ്ങളുടെ മുന്നണിയിലില്ല. അങ്ങനെയാണ്. അപ്പോൾ വാളെടുത്തവരെല്ലാവരും വെളിച്ചപ്പാടാകുന്ന രീതിയല്ല NCPയിലേതെന്നൊക്കെയാണ് ശശീന്ദ്രൻ വിഭാഗങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ NCPയിലെ കലഹം അത് പെട്ടെന്നൊന്നും തീരാനിടയില്ല. സീറ്റ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം പണി NCPകളിൽ എടുക്കേണ്ടി വരും എന്ന് തോന്നുന്നു. കാരണം ഷുവർ സീറ്റാണ് അതെന്ന് ആലോചിക്കണം. ആ ഷുവർ സീറ്റിൽ ആരെങ്കിലും അവിടെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല.